Okay, good morning, students. We are dealing with the second module of CMSC. അല്ലേ അതിന് എന്തൊക്കെ ആണ് നമ്മൾ പഠിച്ചത്? ടെൻഡർ എന്താണെന്നും അതിൻ്റെ ക്ലാസിഫിക്കേഷനും അതുപോലെ കോൺട്രാക്റ്റും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ടെൻഡർ ആൻഡ് കോൺട്രാക്ട് എന്താണെന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് 2 ക്ലാസ്സുകളിലായിട്ട് പഠിച്ചത്. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. എന്താണ് ഡിപ്പാർട്ട്മെന്റൽ എക്സിക്യൂഷൻ ഓഫ് വർക്ക്? വാട്ട് ഈസ് ഡിപ്പാർട്ട്മെന്റൽ എക്സിക്യൂഷൻ ഓഫ് വർക്ക്? നമുക്ക് ആ പേരിൽ തന്നെ മനസ്സിലാവും അല്ലേ? ദിസ് ഈസ് അഡോപ്റ്റഡ് ബൈ ദ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് അണ്ടർ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ ഡിപ്പാർട്ട്മെന്റൽ എക്സിക്യൂഷൻ ഓഫ് വർക്ക് സംഭവിക്കുന്നത്? ഓക്കെ, ടു എക്സിക്യൂട്ട് വർക്ക്സ് ഓഫ് അർജന്റ് നേച്ചർ ലൈക്ക് കനാൽ ബ്രീച്ച്, ഫ്ലഡ് റിലീഫ് വർക്ക് എക്സെട്ര. എന്താണ് പെട്ടെന്ന് തീർത്തു കൊടുക്കേണ്ട ഒരു വർക്കാണെങ്കിൽ, കനാൽ ബ്രീച്ച് അല്ലെങ്കിൽ ഫ്ലഡ് റിലീഫ് ഒക്കെ പോലെ പെട്ടെന്ന് തീർത്തു കൊടുക്കേണ്ട വർക്കാണെങ്കിൽ ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ് ടു എക്സിക്യൂട്ട് ദ വർക്ക്സ് ഓഫ് അർജന്റ് നേച്ചർ. പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട വർക്കാണെങ്കിൽ, അതായത് കനാൽ ബ്രീച്ച് എന്നൊക്കെ പറഞ്ഞാൽ കനാൽ പെട്ടെന്ന് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യുമ്പോൾ വെള്ളമൊക്കെ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി പ്രശ്നം ഉണ്ടാവും അല്ലേ? അപ്പൊ അതൊക്കെ പെട്ടെന്ന് തീർക്കേണ്ട വർക്കാണ്. അതുപോലെ ഫ്ലഡ് റിലീഫ് വർക്കൊക്കെ, അപ്പൊ അതൊക്കെ ഡയറക്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ എക്സിക്യൂട്ട്. അതുപോലെ വെൻ നോ കോൺട്രാക്ടർ ടേൺസ് അപ്പ് ടു ടേക്ക് അപ്പ് ദ വർക്ക്, ഒരു കോൺട്രാക്ടറും ആ വർക്ക് എടുക്കാൻ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഡിപ്പാർട്ട്മെന്റ് ഇറ്റ് സെൽഫ് take the execution of that work. Okay, പിന്നെ when all the contractors quote exorbitant rates എന്താണ് എല്ലാ കോൺട്രാക്ടേഴ്സും ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വലിയ എമൗണ്ടോ അല്ലെങ്കിൽ ഒരു സാമ്യം ഇല്ലാത്തൊരു എമൗണ്ട് ആണ് കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും അത് കോൺട്രാക്ടേഴ്സിന് നമ്മൾ വർക്ക് കൊടുക്കില്ല. ഡിപ്പാർട്ട്മെന്റ് തന്നെ ഡയറക്റ്റ് ആയിട്ട് ആ വർക്ക് ഏറ്റെടുക്കും. ഓക്കെ, ഇറ്റ് റെയർലി ഒക്കേഴ്സ്. അതങ്ങനെ എപ്പോഴും ഒന്നും സംഭവിക്കുന്ന ഒരു കാര്യമില്ല. ഇറ്റ് റെയർലി ഒക്കേഴ്സ്. ഓക്കെ, എക്സിക്യൂഷൻ ഓഫ് എഗ്രിമെന്റ്. എന്താണ് എക്സിക്യൂഷൻ ഓഫ് എഗ്രിമെന്റ്? എഗ്രിമെന്റ് നമ്മൾ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഓക്കെ, ആ കോൺട്രാക്ട് വെക്കുമ്പോൾ നമ്മൾ ഒരു എഗ്രിമെന്റ് വെക്കുന്നു പറഞ്ഞു. ആ എഗ്രിമെന്റ് നമ്മൾ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഓക്കെ, ദ സെലക്ടഡ് കോൺട്രാക്ടർ വിൽ ബി ഇന്റിമേറ്റഡ് ഇൻ റൈറ്റിംഗ് ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ് ആസ്കിംഗ് ദം ടു എക്സിക്യൂട്ട് ദ എഗ്രിമെന്റ് ഇൻ പ്രോപ്പർ ഫോർമാറ്റ് ഇൻ ദ സ്റ്റാമ്പ് പേപ്പർ. നമ്മൾ പറഞ്ഞു അല്ലേ, ടെൻഡർ വിളിച്ചു കഴിഞ്ഞ് ഒരു കോൺട്രാക്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺട്രാക്ടർക്ക് നമ്മൾ എന്ത് ചെയ്യും? രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് ഒരു ഇന്റിമേഷൻ കൊടുക്കും, ആസ്കിംഗ് ദം ടു എക്സിക്യൂട്ട് ദ എഗ്രിമെന്റ്. ആ എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ പ്രോപ്പർ ഫോർമാറ്റ് ഇൻ ദ സ്റ്റാമ്പ് പേപ്പർ. ഓക്കെ, ദ എഗ്രിമെന്റ് വിൽ ബി സൈൻഡ് ബൈ ദ കോൺട്രാക്ടർ ആൻഡ് ദ ഡെസിഗ്നേറ്റഡ് എഞ്ചിനീയർ. ഓക്കെ, എഗ്രിമെന്റ് ആരൊക്കെ തമ്മിലാണ് സൈൻ ചെയ്യുക? കോൺട്രാക്ടറും ആ ഡെസിഗ്നേറ്റഡ് എഞ്ചിനീയറും തമ്മിലാണ് സൈൻ ചെയ്യുന്നത്. ഓക്കെ, യൂഷ്വലി ആ ഡെസിഗ്നേറ്റഡ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ആരാണ്? എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്. ഓക്കെ, വർക്ക് ഓർഡർ വിൽ ബി ഇഷ്യൂഡ് ആസ് എ പെർമിഷൻ ടു സ്റ്റാർട്ട് ദ വർക്ക്. എന്നിട്ട് എന്താണ്? വർക്ക് ഓർഡർ ഇഷ്യൂ ചെയ്യും. അതെന്തിനാണ്? ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ആയിട്ട് നമ്മൾ വർക്ക് ഓർഡർ ഇഷ്യൂ ചെയ്യും. Then site is handed over to the contractor by the section engineer. സെക്ഷൻ എഞ്ചിനീയർ കോൺട്രാക്ടർക്ക് സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്യും. ഓക്കെ, സെക്ഷൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ജനറലി AE ആണ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ. അപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ സൈറ്റ് കോൺട്രാക്ടർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. Then after completion the site will be handed over by the contractor to the AE or the concerned department. എന്നിട്ട് എന്ത് ചെയ്യും? ആ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം AEക്ക് അല്ലെങ്കിൽ കൺസേൺ ഡിപ്പാർട്ട്മെന്റിന് കോൺട്രാക്ടർ തിരിച്ച് സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്യും ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ വർക്ക്. അങ്ങനെയാണ് എന്താണ് എക്സിക്യൂഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി കണ്ടീഷൻസ് ഓഫ് ദ എഗ്രിമെന്റ്. എഗ്രിമെന്റിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് നമ്മൾ വെക്കുന്നത്? ദ കംപ്ലീഷൻ പീരീഡ്. നമ്മൾ കംപ്ലീഷൻ പീരീഡ് വെക്കും, ഇത്ര സമയത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, എഗ്രീഡ് ടെൻഡർ റേറ്റ്സ്. നമ്മൾ ടെൻഡർ വിളിച്ചിട്ടാണ് ഈ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ആ ടെൻഡർ പ്രകാരം നമ്മൾ എത്ര റേറ്റിനാണ് അത് എഗ്രി ചെയ്തിട്ടുള്ളത് അത് നമ്മൾ സ്പെസിഫൈ ചെയ്യും. Then rate of departmentally supplied materials or higher charge of the equipment. എന്താണ്? ഡിപ്പാർട്ട്മെന്റ് സപ്ലൈ ചെയ്യുന്ന ചില മെറ്റീരിയൽസ് ഉണ്ടാവും ചില വർക്കിന്, അതിന്റെ റേറ്റ് അല്ലെങ്കിൽ ഹയർ ചാർജ്. എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ വാടകയ്ക്കൊക്കെ എടുക്കണമെങ്കിൽ അതിന്റെ ചാർജ് എത്രയാണ് അതൊക്കെ നമ്മൾ അതിൽ സ്പെസിഫൈ ചെയ്യും. പിന്നെ പെനാൽറ്റി ഓർ ബോണസ് ക്ലോസസ്. എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ അതിന് പെനാൽറ്റി, അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ഇത് വരികയാണെങ്കിൽ അതിന് ബോണസ്. അതൊക്കെ അതിൻ്റെയൊക്കെ പ്രോസസ്സ്, ഏതൊക്കെ കേസിലാണ് നമ്മൾ അതൊക്കെ ഈടാക്കുക എന്നുള്ള അതിൻ്റെയൊക്കെ പ്രോസസ്സ് നമ്മൾ സ്പെസിഫൈ ചെയ്യും. ദെൻ സ്റ്റാറ്റ്യൂട്ടറി ചാർജസ്. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി ചാർജസ് എന്ന് പറയുന്നത് ഈ വാച്ച്മാൻ അതുപോലെ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ വെക്കേണ്ടി വരില്ല. അപ്പൊ അങ്ങനത്തെ ചാർജസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യും. ദെൻ സ്പെഷ്യൽ കണ്ടീഷൻസ് ഇഫ് എനി. എന്തെങ്കിലും സ്പെഷ്യൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ എഗ്രിമെന്റിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എഗ്രിമെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, സോ
നെക്സ്റ്റ് ടോപ്പിക് ആണ് ക്വാളിറ്റി കൺട്രോൾ. എന്താണ് ക്വാളിറ്റി കൺട്രോൾ? ഇത് നമ്മൾ ഓൾറെഡി ഫോർത്ത് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കേപ്പബിലിറ്റി ഓഫ് എ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ്. ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കേപ്പബിലിറ്റി ആണ്. കസ്റ്റമർക്ക് അത് എത്രത്തോളം സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്, അതാണ് ക്വാളിറ്റി കൺട്രോൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു മീറ്റിംഗ് ദ സർവീസബിലിറ്റി റിക്വയർമെന്റ്സ്. എന്താണ് സർവീസബിലിറ്റി കണ്ടീഷൻസ് ഒക്കെ നമ്മൾ മീറ്റ് ചെയ്തിരിക്കണം. അതുപോലെ സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ ആൻഡ് മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ ആർ ദ മീൻസ് ടു അച്ചീവ് ക്വാളിറ്റി ഇൻ കൺസ്ട്രക്ഷൻ. ഓക്കെ, സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ ആൻഡ് മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ. ഓക്കെ, ആ മെറ്റീരിയലിന്റെ സ്പെസിഫിക്കേഷനും മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷനും ആർ ദ മീൻസ് ടു അച്ചീവ് ക്വാളിറ്റി ഇൻ കൺസ്ട്രക്ഷൻ. ഓക്കെ, അത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള എന്ത് ഫാക്ടേഴ്സ് ടു അച്ചീവ് ദ ക്വാളിറ്റി. ക്വാളിറ്റി അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് എന്താണ്? സ്പെസിഫിക്കേഷൻ ഓഫ് ദ മെറ്റീരിയൽസ് ആസ് വെൽ ആസ് ദ മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ. ഓക്കെ, ഇനി നീഡ് ഓർ ഒബ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ ഇൻ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ്. എന്താണ് ക്വാളിറ്റി കൺട്രോളിന്റെ ഒബ്ജക്റ്റീവ്, എയിം എന്താണ്? ടു എൻഷുർ ദാറ്റ് ദ സ്പെസിഫിക്കേഷൻ ഇൻ ദ കറക്റ്റ് കോൺട്രാക്ട് ആർ മെറ്റ് വിത്ത്. കോൺട്രാക്റ്റിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ് എന്താണ് നമ്മൾ ഒബേ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. അതുപോലെ ടു എൻഷുർ സേഫ്റ്റി, സർവീസബിലിറ്റി ആൻഡ് ഡ്യൂറബിലിറ്റി. ഓക്കെ, സേഫ്റ്റിയും സർവീസബിലിറ്റിയും ഡ്യൂറബിലിറ്റി ഒക്കെ എൻഷുർ ചെയ്യുക. അതുപോലെ ടു ചെക്ക് മാൽ പ്രാക്ടീസസ് ഇൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും മാൽ പ്രാക്ടീസസ് ഒക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. നോട്ട് ഓൺലി മെറ്റീരിയൽ ക്വാളിറ്റി, ഇറ്റ് ചെക്സ് ദ ക്വാളിറ്റി ഓഫ് വർക്ക്മാൻഷിപ്പ് ഓൾസോ. മെറ്റീരിയലിന്റെ ക്വാളിറ്റി മാത്രമല്ല, എന്താണ് വർക്ക്മാൻഷിപ്പിന്റെ ക്വാളിറ്റിയും കൂടെ അത് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് എന്ത് ക്വാളിറ്റി കൺട്രോളിന്റെ ഒബ്ജക്റ്റീവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി റോൾ ഓഫ് സ്പെസിഫിക്കേഷൻ ഇൻ ക്വാളിറ്റി കൺട്രോൾ. സ്പെസിഫിക്കേഷന്റെ റോൾ എന്താണ് ക്വാളിറ്റി കൺട്രോൾ? വാട്ട് ഇസ് ദ റോൾ ഓഫ് സ്പെസിഫിക്കേഷൻ ഇൻ ക്വാളിറ്റി കൺട്രോൾ? എന്താണ്? ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഓർ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് എ മെറ്റീരിയൽ. അല്ലെ, ഒരു മെറ്റീരിയലിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ്, മെറ്റീരിയലിന് മാത്രമല്ല, ഒരു വർക്കിന്റെയോ അല്ലെങ്കിൽ ഒരു സർവീസ് ആവാം, എന്തിന്റെ ആണെങ്കിലും അതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ആണ് എന്ത് സ്പെസിഫിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഓൾസോ ഇൻക്ലൂഡ്സ് റെഫറൻസസ് ടു സ്റ്റാൻഡേർഡ്സ് ആൻഡ് അക്സെപ്റ്റഡ് പ്രാക്ടീസസ്. എന്താണ് അതിൽ നമ്മൾ സാധാരണ ഏത് സ്റ്റാൻഡേർഡ് ആണ് റെഫർ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ അക്സെപ്റ്റഡ് പ്രാക്ടീസസ് എങ്ങനെയാണ്, ഇപ്പൊ ഈ മെത്തേഡിലാണ് സാധാരണ ഇത് ചെയ്യാറുള്ളത്. ഓക്കെ, ആ രീതിയിലെല്ലാം എന്ത് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. It serves as a guideline in selection of material, workmanship and method of execution of work. അല്ലെ, അതൊരു ഗൈഡ് ലൈൻ ആയിട്ട് ആക്ട് ചെയ്യും എപ്പോഴൊക്കെ? മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ, അതുപോലെ വർക്ക്മാൻഷിപ്പിന്റെ സമയത്ത്, ആൻഡ് മെത്തേഡ് ഓഫ് എക്സിക്യൂഷൻ ഓഫ് വർക്ക്. അതൊക്കെ എന്താണെന്നുള്ളത് ഒരു ഗൈഡ് ലൈൻ നമുക്ക് തരുന്നതും എന്താണ്? സ്പെസിഫിക്കേഷൻ ആണ്. എ ഗുഡ് സ്പെസിഫിക്കേഷൻ ഷുഡ് ബി, ഒരു ഗുഡ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് സ്പെസിഫിക് ആയിരിക്കും, ആൻഡ് ഇറ്റ്സ് ഫ്രീ ഫ്രം ആംബിഗ്വിറ്റി അല്ലെ. അതുപോലെ കൺഫേം ടു സ്റ്റാൻഡേർഡ്സ്. എന്താണ് നമ്മുടെ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് അതിലൊക്കെ എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. പിന്നെ മസ്റ്റ് ബി അച്ചീവബിൾ ആൻഡ് റിയലിസ്റ്റിക്. റിയലിസ്റ്റിക് ആയിരിക്കണം അല്ലെ. നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം സ്പെസിഫിക്കേഷൻ ആയിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. സോ ഇറ്റ് മസ്റ്റ് ബി അച്ചീവബിൾ ആൻഡ് റിയലിസ്റ്റിക്. മീറ്റ് സർവീസബിലിറ്റി ആൻഡ് ഡ്യൂറബിലിറ്റി കണ്ടീഷൻസ്. എന്താണ് സർവീസബിലിറ്റി കണ്ടീഷനും അതുപോലെ ഡ്യൂറബിലിറ്റി, ആ ഒരു സ്ട്രക്ചറിന്റെ ലൈഫ് സ്പാനും ആ ഒരു കണ്ടീഷൻസ് ഒക്കെ എന്ത് ചെയ്യണം? സ്പെസിഫിക്കേഷൻ മീറ്റ് ചെയ്യും. അതുപോലെ മീറ്റിംഗ് കസ്റ്റമർ റിക്വയർമെന്റ്സ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. കസ്റ്റമറിന്റെ റിക്വയർമെന്റ്സും അയാളുടെ എക്സ്പെക്ടേഷൻസ് ഒക്കെ മീറ്റ് ചെയ്യാന്നുള്ളതും എന്താണ്? ഒരു ഗുഡ് സ്പെസിഫിക്കേഷന്റെ ഒരു ആട്രിബ്യൂട്ട് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇനി റോൾ ഓഫ് സൂപ്പർവിഷൻ ഇൻ ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോളിൽ സൂപ്പർവിഷന്റെ റോൾ എന്താണ്? നമ്മൾ സ്പെസിഫിക്കേഷന്റെ റോൾ എന്താണെന്നാണ് ഇപ്പൊ നേരത്തെ കണ്ടത്. ഇനി സൂപ്പർവിഷൻ, അതിന് ക്വാളിറ്റി കൺട്രോളിൽ എന്ത് റോളാണുള്ളത്? ടു ഗീവ് ഡയറക്ഷൻസ് ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷന്റെ സമയത്ത് ഡയറക്ഷൻസ് കൊടുക്കുക, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുള്ള ഡയറക്ഷൻസ് കൊടുക്കുക. അതുപോലെ ചെക്ക് മാൽ പ്രാക്ടീസസ് ആൻഡ് അബ്രേഷൻസ് ഇൻ കൺസ്ട്രക്ഷൻ. എന്തെങ്കിലും റോങ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതും എന്താണ്? സൂപ്പർവിഷന്റെ റോളാണ്. ദെൻ effective communication during supervision can clarify the doubts of the contractor. ഓക്കെ, ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ എന്താണ് കറക്റ്റ് ആയിട്ട് എന്താ ഡൗട്ട് ഉള്ളത് എന്നൊക്കെ ഉള്ളത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും കോൺട്രാക്ടർ അല്ലെങ്കിൽ വർക്കർ ഡ്യൂറിങ് ഓൺ ഗോയിങ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി. ഒരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഡൗട്ട് ഉള്ളത് അതൊക്കെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കുക. അപ്പോൾ നമുക്ക് സൂപ്പർവിഷന്റെ സമയത്ത് കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താ നമ്മുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. ഇറ്റ് എൻഷുവേഴ്സ് ക്വാളിറ്റി. ഓക്കെ, അത് എന്താണ്? ഒബ്വിയസ് ആണ്. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് എൻഷുവേഴ്സ് ക്വാളിറ്റി. ദെൻ റോൾ ഓഫ് ഇൻസ്പെക്ഷൻ ഇൻ ക്വാളിറ്റി കൺട്രോൾ. ഇൻസ്പെക്ഷന്റെ റോൾ എന്താണ് ക്വാളിറ്റി കൺട്രോളിൽ?
carried out by higher officers to ensure quality and to check the bad practices. എന്തിനാണ് ഇൻസ്പെക്ഷൻ നടത്തുന്നത്? ഹയർ ഓഫീസേഴ്സ് ആണ് ഇൻസ്പെക്ഷൻ നടത്തുക. എന്തിനാണ്? ടു എൻഷുർ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ, ആസ് വെൽ ആസ് ടു ചെക്ക് ദ ബാഡ് പ്രാക്ടീസസ്. എന്തെങ്കിലും ബാഡ് പ്രാക്ടീസസ് ഉണ്ടെങ്കിൽ അത് എൻഷുർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇൻസ്പെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ടെക്നിക്കൽ ഓഡിറ്റിംഗ്. ഓക്കെ, എന്താണ് ടെക്നിക്കൽ ഓഡിറ്റിംഗ് ആണ് ഇൻസ്പെക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ടെക്നിക്കൽ എക്സ്പേർട്സ് വന്നിട്ട് നമ്മുടെ വർക്ക് ഓഡിറ്റ് ചെയ്യുക, അതാണ് ഇൻസ്പെക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ റോൾ ഓഫ് ചെക്ക് ലിസ്റ്റ് ഇൻ ക്വാളിറ്റി കൺട്രോൾ. ചെക്ക് ലിസ്റ്റ് എന്താണ്? ചെക്ക് ലിസ്റ്റ് ഇറ്റ് ഇൻക്ലൂഡ്സ് പോയിന്റ്സ് ടു ബി വെരിഫൈഡ് ഡ്യൂറിംഗ് ഇൻസ്പെക്ഷൻ ഓർ സൂപ്പർവിഷൻ. ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുന്ന സമയത്തോ എന്തൊക്കെ പോയിന്റ്സ് ആണ് ചെക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വെരിഫൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എന്ത് ചെക്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് എ ഗൈഡ് ലൈൻ ടു ദ വർക്കർ ആൻഡ് സൂപ്പർവൈസർ. ഓക്കെ, അത് വർക്കറിനും സൂപ്പർവൈസർക്കും ഒക്കെ ഉള്ള ഒരു ഗൈഡ് ലൈൻ ആണ്. ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ഷൻ ഒക്കെ ഉള്ള ഒരു ഗൈഡ് ലൈൻ ആണ്. ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചെക്ക് ലിസ്റ്റ് റെഡിയാക്കുക എന്നുള്ളത് എന്താണ്? സൂപ്പർവൈസർക്കും വർക്കർക്കും അതുപോലെ ക്വാളിറ്റി വരുന്ന ഇൻസ്പെക്ടേഴ്സിനും ഒക്കെ ഉള്ള ഗൈഡ് ലൈൻ ആണ് ഈ ചെക്ക് ലിസ്റ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. റിമൈൻഡർ ടു എവരിവൺ ടു എൻഷുർ ദാറ്റ് ക്വാളിറ്റി ഈസ് മെയിൻറ്റെയിൻ. എന്താണ്? ഇറ്റ്സ് ആൻഡ് റിമൈൻഡർ. എല്ലാവരും ഒന്ന് ഓർമ്മപ്പെടുത്താണ്. എന്താണ്? ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളത് എല്ലാവരും ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്ത് ചെക്ക് ലിസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ റോൾ ഓഫ് സാമ്പിളിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് മെറ്റീരിയൽ ഇൻ ക്വാളിറ്റി കൺട്രോൾ. സാമ്പിളിങ്ങിന്റെയും മെറ്റീരിയൽ ടെസ്റ്റിംഗിന്റെ ഒക്കെ റോൾ എന്താണ് ക്വാളിറ്റി കൺട്രോൾ? ഇറ്റ് ഈസ് ഡൺ to ensure the quality of materials to be used as well as the works executed. എന്തിനാണ് നമ്മൾ സാമ്പിളിംഗ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത്? ആ മെറ്റീരിയലിന് ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യുക. അതുപോലെ വർക്ക്സിനും നമ്മൾ ചെയ്യുന്ന വർക്കിനും ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യുക. അതുപോലെ സാമ്പിൾ സെലക്ടർ ഷുഡ് ബി റാൻഡം. നമ്മൾ സാമ്പിൾ അതായത് മെറ്റീരിയൽ ടെസ്റ്റിങ്ങിന് സാമ്പിൾസ് സെലക്ട് ചെയ്യുമ്പോൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യണം. ഓക്കെ, അല്ലാണ്ട് ഒരു ഓർഡറിലൊന്നും സെലക്ട് ചെയ്യരുത്. റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തിട്ട് വേണം എന്ത് മെറ്റീരിയൽ ടെസ്റ്റ് ചെയ്യാൻ. എന്നാലേ നമുക്ക് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അതുപോലെ നമ്പർ ഓഫ് സാമ്പിൾസ് ടേക്കൺ ഷുഡ് ഓൾസോ ബി സഫിഷ്യന്റ് ടു എൻഷുർ ടോട്ടൽ ക്വാളിറ്റി. ടോട്ടൽ എത്ര നമ്പർ ഓഫ് അതായത് ടോട്ടൽ എത്ര സാമ്പിൾ ഉണ്ട് അതനുസരിച്ച് വേണം നമ്മൾ എത്ര സാമ്പിൾ എത്ര സാമ്പിൾ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിക്കാം. ഓക്കെ, ഒരു വലിയ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ആണെങ്കിൽ അതിൽ കുറെ അധികം സാമ്പിൾസ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് സാമ്പിൾസ് ടേക്കൺ ഷുഡ് ബി സഫിഷ്യന്റ് ടു എൻഷുർ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ സഫിഷ്യന്റ് ആയിരിക്കണം. അത്രയും നമ്പർ ഓഫ് സാമ്പിൾസ് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഓക്കെ.